89.6 FM Sargakshetra. വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. സോ എന്നത്തെയും പോലെ ഉയരയിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. സോ ഇന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നതും പ്രത്യേകിച്ച് ഈ റേഡിയോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് പോകുന്നത്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ള ഗസ്റ്റിനെ ഞാൻ ഏറ്റവും സന്തോഷത്തിലും സ്നേഹത്തിലും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് HOD അരുൺ വർഗീസ് തോമസ്. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായിട്ടുണ്ട്. ക്രിസ്മസ് പരിപാടികൾ വരുന്നു. അതിന്റെ പ്രിപ്പറേഷൻസും അറേഞ്ച്മെന്റ്സും അലങ്കാര പണികളും ഒക്കെ നടക്കുന്നു. ഓക്കെ, ഗംഭീരമായിട്ട് പോകുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ സാർ ഏകദേശം 9 വർഷമായി നമ്മുടെ CMS കോളേജിൽ വർക്ക് ചെയ്യുന്നല്ലേ? അതെ. എങ്ങനെയുണ്ട് കോളേജും അതുപോലെ കൂടെയുള്ള കൊളീഗ്സും സ്റ്റുഡൻസും എല്ലാവരും? കൂടെയുള്ള കൊളീഗ്സും കോളേജും എല്ലാം ഓരോ വർഷം കഴിയുന്തോറും ഇറ്റ്സ് ലൈക്ക് ഡെവലപ്പിംഗ്. ഞാൻ കഴിഞ്ഞ വർഷം കണ്ട CMS കോളേജ് അല്ല ഈ വർഷം കാണുന്നത്. അടുത്ത വർഷം കാണാൻ പോകുന്നതും വേറെ ഒരു CMS കോളേജ് ആയിരിക്കും. ഗെറ്റിംഗ് ബിഗർ ആൻഡ് ഗെറ്റിംഗ് ബെറ്റർ ഒബ്വിയസ്ലി. And getting stronger. Yeah, of course, getting stronger. Yes. Okay, അപ്പോൾ എന്തായാലും ബിലാൽ പറഞ്ഞ പോലെ കൊച്ചി പഴയ കൊച്ചി അല്ല അല്ലേ? അപ്പോൾ അതുപോലെ CMS പഴയ CMS അല്ല പിന്നെ. അപ്പോൾ നമ്മുടെ കോഴ്സ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ കോളേജും ഡെവലപ്ഡ് ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ആൻഡ് നമ്മുടെ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം, ഈ ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൃത്യവും വ്യക്തവും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടും അറിയാനായിട്ട് പോകുന്നത് ഉയരെ എന്ന ഷോയിലൂടെ. സോ പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന ഈ ഒരു ഷോയിൽ നമ്മൾ സാറിനെ വീണ്ടും വെൽക്കം ചെയ്യുന്നു. സോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടന്നാലോ? ശരിയാണ്. അപ്പോൾ ജേർണലിസത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പിനേഷൻ കോഴ്സുകൾ വരാറുണ്ട്. ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത? അല്ലെങ്കിൽ മറ്റുള്ള കോമ്പിനേഷൻ കോഴ്സുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജേർണലിസവും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും എത്രത്തോളം മറ്റുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്? I'll make a correction. അതിനു മുമ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന കോഴ്സാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം. ഓക്കെ, ആ ഒരു ഡബിൾ മേജർ കോഴ്സാണ്. ആൻഡ് കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ലിറ്ററേച്ചർ ജേർണലിസമായിട്ട് ഞങ്ങൾ കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നു? കഴിഞ്ഞ വർഷമാണ് FIUGP എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ കോളേജസിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വന്നു. ആ ഒരു സമയത്ത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വൈ ഡോണ്ട് വി ചേഞ്ച് ലിറ്ററേച്ചർ കമ്പോണൻറ്റ്? എല്ലാ കോളേജിലും എടുക്കുന്ന പോലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ജേർണലിസം ആൻഡ് ഫിലിം സ്റ്റഡീസ്. എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ കൂടെയുള്ള കൊളീഗ്സും എല്ലാം ഇതിൽ നിന്നു, അതായത് ഞങ്ങൾക്ക് ലിറ്ററേച്ചർ ജേർണലിസം വേണം എന്ന്. അതിൻ്റെ ഒരു റീസൺ, ഇന്നത്തെ പല ജേർണലിസ്റ്റും ലാക്ക് ചെയ്യുന്നത് ആ ഒരു ഡീപ്പ് നോളജാണ്. എവ്രിവൺ ഹാസ് ദറ്റ് ഇൻഡസ്ട്രിയൽ സർഫസ് എക്സ്പോഷർ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് പോകുന്ന ആ ഒരു ഡീപ്പർ ഒരു അട്രാക്ഷൻ, ആ ഒരു നോളജ്, ആ ഒരു അറിയത്തില്ല, ആ ഒരു ഡെപ്തോടു കൂടിയുള്ള ഒരു അറിവ്, ഇത് ഞാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട്, ഇത് ഒരു കൊച്ചിന് മനസ്സിലാക്കണമെങ്കിൽ ലിറ്ററേച്ചർ കമ്പോണൻറ്റ് അറിഞ്ഞിരിക്കണം. They should be well versed in literature. And as far as CMS College is concerned, we have only one answer to literature question, that is English literature. And that is one of the reasons why ഞങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ജേർണലിസം, കാരണം പിള്ളേർക്ക് ജേർണലിസം ആ ഒരു മേഖലയിലാണെങ്കിൽ പോലും ഒരു നല്ലൊരു അറിവ്, ഒരു ഡീപ്പറായിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേറ്റീവ് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ, സോ ഈ ഒരു കോഴ്സ് ആക്ച്വലി എപ്പോഴാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടോ? ഈ ഒരു കോഴ്സ് ഇറ്റ് ആക്ച്വലി ബിഗാൻ അക്കോർഡിംഗ് ടു ദ റൂൾസ്, ഇറ്റ് ബിഗാൻ ഇൻ ദി ഇയർ 1996. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 29 years കഴിഞ്ഞു. ആൻഡ് വി വിൽ ബി സ്റ്റെപ്പിംഗ് ഇൻ ടു എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ഓഫ് 30 years ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട്. ഈ ഒരു 1996 ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അത്രമാത്രം പോപ്പുലറായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ദാറ്റ് മൈറ്റ് ബി ദ റീസൺ വൈ യു ചോസ് ആ കോളേജ് ആൻഡ് ദിസ് പർട്ടിക്കുലർ കോഴ്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. എനിവേ 1996 നല്ലൊരു റൂട്ട് ഓഫ് ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിൽ.
ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് ഇന്ന് ഉയരയിൽ അറിയാനായിട്ട് പോകുന്നത്. സോ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ പാട്ട് അങ്ങോട്ട് കേട്ടിട്ട് വരാം അല്ലേ? ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേൾക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടും നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ മേഖലയെ പറ്റിയിട്ടാണ്. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു മേഖലയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത് CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് HOD അരുൺ വർഗീസ് തോമസ് സർ. നമ്മൾ വീണ്ടും അങ്ങോട്ട് സ്വാഗതമൊക്കെ ചെയ്യാണ്. പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തുമ്പോൾ ഈ ഒരു മൊമെന്റിൽ എനിക്ക് അറിയാനുള്ളത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് മാറുന്നതിനനുസരിച്ച് മേ ബി സിലബസും മാറാം അല്ലേ? എന്തായാലും MG യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആണ്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ കോർ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലൂടെയാണ് കുട്ടികൾ പഠിച്ചു പോകുന്നത്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ഡബിൾ മേജർ എന്നാണ് ഈ കോഴ്സിന്റെ ശരിക്കുള്ള പേര്. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് വൺ കോഴ്സ് വിച്ച് ഗിവ്സ് ആൻ ഈക്വൽ ഫൂട്ടേജ് ടു ബോത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം. പക്ഷേ എൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ അവിടെ നിൽക്കുന്നില്ല. ദിസ് ഇസ് വൺ കോഴ്സ് വിച്ച് ടച്ചസ് 4 മേജർ മോഡൽസ്. വൺ ഇസ് ലിറ്ററേച്ചർ ആൻഡ് ദ അതർ വൺ ഇസ് ലാംഗ്വേജ്, അതർ വൺ ഇസ് ജേർണലിസം ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. Even though double major ആണെന്ന് പറഞ്ഞാലും if you as a student when you go through this course you will be getting an exposure into these 4 scenarios. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ ആസ് ടീച്ചേഴ്സ് ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് 4ാമത്തെ വർഷം, അതായത് 8ാമത്തെ സെമിസ്റ്റർ കഴിഞ്ഞ് ഒരു കൊച്ച് ഇറങ്ങുമ്പോഴത്തേനും ഹി ഓർ ഷീ ഷുഡ് ബി വെൽ വേഴ്സ് ഇൻ ലാംഗ്വേജ്, ഇൻ ലിറ്ററേച്ചർ, ഇൻ ജേർണലിസം ആസ് വെൽ ആസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഡബിൾ മേജർ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ഓൺ പേപ്പേഴ്സ് ബട്ട് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് ലൈക്ക് എ 4 മേജർ കോഴ്സ്. സോ എങ്ങനെ വേണേലും തിരിയാം. ബിക്കോസ് വി ഹാവ്, ഞാൻ പറഞ്ഞില്ലേ 1996 തുടങ്ങിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഐ ഹാവ് സീൻ umpteen generations of people, of students going to all these 4 areas. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. ഇതിന് ശേഷം if you want to continue higher studies or if you want to pursue some kind of a job, ഈ 4 ഏരിയാസിൽ ഏതെങ്കിലും ഒരു ഏരിയയിലെങ്കിലും ഇറ്റ് വിൽ ബി പോസിബിൾ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കോഴ്സാണ്. ആൻഡ് ആസ് ഫാർ എ സിലബസ്, അതായിരുന്നു യുവർ ക്വസ്റ്റ്യൻ. സിലബസ് ഇറ്റ് ഈസ് എ വെരി അപ്ഡേറ്റഡ് സിലബസ്. ഉണ്ട്, ഞങ്ങൾ ട്രഡീഷണലായിട്ട് ഞാനൊരു ലിറ്ററേച്ചർ ടീച്ചറാണ്. We give importance to Shakespeare, okay. But the English literature that is there in this particular course, it is not just about Shakespeare. ഉണ്ട്, ഒരു ഭാഗത്ത് ഷേക്സ്പിയർ ഉണ്ടെങ്കിലും it is more about literature and ecology, literature and environment. It is more about medical humanities, digital humanities. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അപ്ഡേറ്റഡ് ആയി എങ്ങനെയാണോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണോ ലിറ്ററേച്ചറിനെ നോക്കിക്കാണുന്നത്, we have ensured that all those courses find a place in communicative English department. സോ അങ്ങനെയാണ് ഞങ്ങൾ വിഭാവനം. ഇപ്പം ദാറ്റ് ഈസ് ദ സെയിം കേസ് ഫോർ ജേർണലിസം. ഇപ്പം ഞാൻ ബിഫോർ കമ്മിങ് ഓവർ ഹിയർ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജേർണലിസം പഠിപ്പിക്കുന്ന ടീച്ചറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഡിജിറ്റൽ ജേർണലിസം ആൻഡ് മോജോ ഇസ് വൺ, ഇത് എൻവയറമെൻറ്റൽ ജേർണലിസം ഇസ് അനദർ പേപ്പർ. അപ്പം ഈവൻ ഇൻ ജേർണലിസം സ്ട്രീം ഓൾസോ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് സ്റ്റുഡൻസിന് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഓരോ പേപ്പേഴ്സിനെയും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പോകുന്ന 8 സെമിസ്റ്റർ അടങ്ങുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ഡബിൾ മേജർ. ഓക്കെ, എന്തായാലും സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോഴ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ഈ ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലെ പറ്റിയും കാര്യമായിട്ടുള്ള ഒരു നോളജ് കൊണ്ടായിരിക്കും ഇറങ്ങുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇംഗ്ലീഷും ലിറ്ററേച്ചറും കമ്മ്യൂണിക്കേഷനും ജേർണലിസവും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ഈ പാക്കേജിങ് കൊണ്ട് ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ? ദാ ബ്യൂട്ടിഫുൾ സോങ്സ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു മേഖലയെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മോടൊപ്പം
അരുൺ വർഗീസ് തോമസ് സാർ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ്. 89.6 FM സർഗക്ഷേത്ര. You are listening to Uyare only on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് ഉയരയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ HOD ആണ് അരുൺ വർഗീസ് തോമസ് സർ. നമ്മൾ ഈ ഒരു കോഴ്സ്, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുൻപ് ഈ ഒരു കോഴ്സിന്റെ സിലബസ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ഒരു കുട്ടി പഠിച്ച് കഴിയും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ മേഖലകളിൽ ഒരു പ്രാവീണ്യം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് ഏതൊക്കെ മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദോ ദിസ് ഇസ് എ ഡബിൾ മേജർ, ദ focus areas spans over 4 areas, that is language, literature, journalism and communication. ഇതിലേതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും ഇവർക്ക് PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള നിലയിൽ ഹയർ സ്റ്റഡീസ് അവർക്ക് പെർസ്യൂ ചെയ്യാം. ഓക്കെ. ഇപ്പം ജോബിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ഓൾ ദീസ് 4 തിങ്സ് either ഒരു ഏരിയയിലെങ്കിലും അവർക്ക് ജോലി ആയിട്ട് മുമ്പോട്ട് പോകാം. ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഓവർ ദെയർ. അപ്പം ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ ബിഫോർ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻസ് ഫുള്ളി, ഇതിലേക്കെല്ലാം ഒരു സ്റ്റുഡൻറ്റിനെ വഴിതിരിച്ചു വിടുന്നത് ഇറ്റ്സ് സംതിങ് other than the syllabus which we offer through Communicative English Department. That is obviously the internships. Okay. ഇവിടെ സർഗക്ഷേത്ര FM തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഐശ്വര്യ വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതൽ ഒരു ബന്ധമുണ്ട് CMSുമായിട്ട്. ഞങ്ങളുടെ 4th സെമസ്റ്ററിൻ്റെ അവസാനം സമ്മർ വെക്കേഷൻ്റെ സമയത്താണ് വി ഓഫർ ദിസ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഇന്റേൺഷിപ്പ് ടു അവർ സ്റ്റുഡൻസ്. അന്നത്തെ 4th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 2nd ഇയറിലെ സ്റ്റുഡൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സമ്മർ വെക്കേഷൻ്റെ സമയത്താണ് ഇന്റേൺഷിപ്പ്. അപ്പം ഈ ഒരു ഇന്റേൺഷിപ്പിൽ ദേ ക്യാൻ ടേൺ ടു എനി ഏജൻസി. അതിപ്പം ഗവൺമെൻറ് ആകാം, മീഡിയ ജേർണലിസം ആകാം, ഇപ്പം റേഡിയോ ജേർണലിസം ഐശ്വര്യ അങ്ങനെയാണ് ഇവിടെ വന്നത്, റേഡിയോ ജേർണലിസം ആകാം, ബ്രോഡ്കാസ്റ്റ് ജേർണലിസം ആകാം. ദർ ആർ സ്റ്റുഡൻസ് ഹു സ്പെസിഫിക്കലി വാണ്ട്സ് ടു ഡു ആൻ ഇന്റേൺഷിപ്പ് ഇൻ പ്രിന്റ് ജേർണലിസം. ഐ ഡോണ്ട് നോ വെദർ യു ബിലീവ്, ഇന്നത്തെ കാലത്ത് പോലും ദർ ആർ സ്റ്റുഡൻസ് ഹു വാണ്ട് ടു വർക്ക് ഇൻ പ്രിന്റ് ജേർണലിസം. അങ്ങനെയുള്ള പിള്ളേരുടെ ആ ഒരു താല്പര്യത്തെ പോലും കേറ്റർ ചെയ്യുന്ന ഒരു ഇന്റേൺഷിപ്പാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പം പോട്ടെ, ഇപ്പം ജേർണലിസം അല്ല, ഇപ്പം ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് അഡ്വർടൈസിങ് ആണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ PR പബ്ലിക് റിലേഷൻസ് ആണ് താല്പര്യമെങ്കിൽ, അവിടെയും ഇന്റേൺഷിപ്പിനുള്ള ഒരു പ്രൊവിഷൻ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം വൺസ് ഈ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ദേ ക്യാൻ ഗെറ്റ് എൻ അവയർനെസ് അബൌട്ട് ദ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. കാരണം അവർ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു സമയത്തെ വർക്ക് സ്റ്റാൻഡേർഡ്സും എത്തിക്സും എല്ലാം ആയിരിക്കും അവർ മനസ്സിലാക്കുന്നത്. അപ്പം അതിനുശേഷം അവർക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ജോലി ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എനിക്ക് ജോലി ചെയ്യണം. അതുകൊണ്ട് എനിക്കിപ്പം ഐ എം 100% ഷുവർ ഐശ്വര്യ ഇഫ് ഷീ ഹാഡ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ സർഗക്ഷേത്ര, എന്തുവായാലും ഞങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴത്തേനും ഷി വിൽ കം ആൻഡ് ജോയിൻ യു. തീർച്ചയായിട്ടും നമ്മളെല്ലാം ആക്ച്വലി ഐശ്വര്യ വെൽക്കം ചെയ്തിട്ടുണ്ട്. I know students who work in print journalism, print agencies. അവർ ഇന്റേൺഷിപ്പ് ചെയ്തു, അവിടുത്തെ ആ ഒരു സമയത്തെ അവരുടെ ഒരു വർക്ക് കാരണം പിന്നെ അവരോട് സ്ട്രേറ്റ് അവേ പറഞ്ഞു, നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നേരെ അവിടെ വരണം, ഞങ്ങൾ നിങ്ങൾക്ക് പൊസിഷൻ തരാം, നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ പല എക്സാമ്പിൾസും ഉണ്ട്. സോ ദിസ് ഈസ് വൺ ഏരിയ വിച്ച് പ്രൊവൈഡ്സ് ആസ് എ ഗേറ്റ്വേ ടു ഓൾ ദീസ് സ്റ്റുഡൻസ് വെദർ ടു കണ്ടിന്യൂ ദെയർ ഹയർ സ്റ്റഡീസ് or to pursue any kind of jobs. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ ദാറ്റ്. നമുക്ക് ഇനി അറിയാനുള്ളത്, മിക്കവാറും ഇപ്പോൾ കുട്ടികളെല്ലാവരും ഡൗട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ എത്രത്തോളം എക്സ്പെൻസ് ആവും എന്നുള്ളൊരു കാര്യമാണ്. എത്രത്തോളം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ധാരാളം ഉണ്ടായിരിക്കും, ബട്ട് പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം മേ ബി കുറേ കുട്ടികൾക്ക് ഈ ഒരു അവരുടെ ഒരു ഡ്രീം കോഴ്സ് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ കുറേ പേരുടെ ഈ ഒരു ഡൗട്ട് ഞാനിപ്പോൾ തന്നെ സാറിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്താൻ പോവാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ എക്സ്പെൻസ് വരുന്നത്? When the university, when the CMS college
ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ ഒബ്വിയസ്ലി യു നോ ദാറ്റ് ദിസ് ഇസ് എ സെൽഫ് ഫിനാൻസിങ് കോഴ്സ്. സെൽഫ് ഫിനാൻസിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ എങ്കിലും ഒരു ചോദ്യം വരും, ഞങ്ങളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ. പക്ഷേ ദിസ് അഫോർഡബിലിറ്റി ഫാക്ടർ ഞങ്ങൾ ഗവൺമെൻറ് എന്താണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തത് അതിന്മേളിൽ ₹1 പോലും എക്സ്ട്രാ ആയിട്ട് ഫീസ് ഞങ്ങൾ മേടിക്കുന്നില്ല. ഇപ്പം എന്താണോ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് കോഴ്സിന് ഫീസായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഈ ഒരു സെൽഫ് ഫിനാൻസിങ് കോഴ്സിലും ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഫീസായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ആ കാര്യത്തിലൊരു ക്ലാരിറ്റി വന്ന സ്ഥിതിക്ക് നമുക്ക് വേഗം തന്നെ ഒരു പാട്ടിലേക്ക് പോയിട്ട് വേഗം വരാം. ആൻഡ് കേട്ടുകൊണ്ടേയിരിക്കും കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ അറിയും, കേൾക്കും, മനസ്സിലാക്കും. ത്രൂ ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അരുൺ വർഗീസ് തോമസ് സാറാണ്. അദ്ദേഹം നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. കൂടെയുള്ളത് അന്നയും. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉയരയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. ഈ പ്രോഗ്രാം മേ ബി കുറേ പേര് പുതിയതായിട്ടായിരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യമായിട്ട് അറിയുന്നവർക്കും അതുപോലെ മുൻപേ കേട്ട് പരിചയമുള്ളവർക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഉയരയിലൂടെ ഇന്ന് ഓടിയെത്തിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് കൂടിയെത്തിയിട്ടുള്ളത് CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അരുൺ വർഗീസ് തോമസ് സർ. നമ്മൾ അറിയാലോ, ഏതൊരു വ്യക്തിയുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജോബാണ്, അല്ലെങ്കിൽ അവരുടെ കരിയർ ഏറ്റവും സെക്യൂർ ആക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ എന്താണ് പാരൻസിൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ അവരും കമ്പൽ ചെയ്യുന്നില്ല. കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റിന് കൂടുതലായിട്ടും നിങ്ങൾ തന്നെ ആലോചിക്കും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് തുറന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ സ്പേസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ചൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടി, ഈ ഒരു കുട്ടിക്ക് എന്തൊക്കെ മേഖലകളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ഫീൽഡും അവർ പഠിക്കുന്നുണ്ട് പഠനകാലത്ത്. അതിൽ മെയിൻലി നമ്മൾ നോക്കുമ്പോൾ ലിറ്ററേച്ചറും കമ്മ്യൂണിക്കേഷനും അതുപോലെ ജേർണലിസം ആൻഡ് ഇംഗ്ലീഷ് അല്ലേ, ഇങ്ങനെ എല്ലാ മേഖലകളും ആ കുട്ടി പഠിച്ചു വരുന്നുണ്ട്. ആൻഡ് ഇനി ജോലിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ കുട്ടിയെ കാത്തിരിക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ 4 ഏരിയയിലും അവരെന്ത് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്താലും ആ സ്റ്റുഡൻസ് വിൽ ബി എലിജിബിൾ ടു ഡു ദാറ്റ്. അതിപ്പം ഒരു സ്കൂൾ ടീച്ചർ ആ ഒരു പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പോലും ആ സ്റ്റുഡൻസ് വിൽ ബി എലിജിബിൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പോഷർ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സിലബസാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സിലബസാണ് ഓരോ സ്റ്റുഡൻസും പഠിക്കുന്നത്. ആൻഡ് ദർ ആർ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഡൂയിങ് ഗവൺമെൻറ്റൽ ജോബ്സ്. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു, അപ്പം നിങ്ങൾ വിചാരിക്കുക ജേർണലിസം പഠിച്ച ഒരു കൊച്ചിന് എന്താ, ദർ ആർ umpteen opportunities. There are students who work in AIR. There are students who work in content writing. ഞാൻ പറയാം, ഒരു ഭാഗത്ത് ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഏജൻസി, ഒരു ഭാഗത്ത് there are students താല്പര്യം അനുസരിച്ചാണ് കണ്ടന്റ് റൈറ്റിംഗ് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന പല സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അപ്പം പക്ഷേ എന്ത് എക്സ്റ്റെൻറ്റ് ആയാലും ആ സ്റ്റുഡൻസ് വിൽ ബി എലിജിബിൾ ടു ഡു ദാറ്റ്. റിഗാർഡിങ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതിൽ ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഒരു സ്പെസിഫിക് റിപ്ലൈ വേണം എങ്കിൽ, നോ ഫോർ എക്സാമ്പിൾ ജേർണലിസം ആൻഡ് മീഡിയ ആ ഒരു ഫീൽഡിൽ ആ സ്റ്റുഡൻസ് ക്യാൻ ഐദർ ബിക്കം എ റിപ്പോർട്ടർ, വളരെ ബേസിക് ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു ന്യൂസ് ആങ്കർ ആകാം, ന്യൂസ് റീഡർ ആകാം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആകാം. ആ ഒരു ഫീൽഡിൽ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. കമ്മിങ് ടു ദിസ് ഫീൽഡ് ഓഫ് പബ്ലിഷിംഗ് ആൻഡ് എഡിറ്റിംഗ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പ്രിന്റ് ആ ഒരു മേഖലയിലോട്ട് താല്പര്യമുള്ള ഒരു കൊച്ചാണെങ്കിൽ ഹി ഓർ ഷീ ക്യാൻ ലേറ്റർ ഓൺ ഗോ ഓൺ ടു ബിക്കം എ ബുക്ക് ഓർ എ മാഗസിൻ എഡിറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലിറ്റററി ഏജന്റ് ആകാം, പ്രൂഫ് റീഡർ ആകാം, ഒരു പബ്ലിഷിംഗ് അസിസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടൊരു കോപ്പി എഡിറ്റർ എങ്കിലും ആകാം.
അപ്പം ആ ഒരു താല്പര്യമുള്ള ദർ ആർ സ്റ്റുഡൻസ്. എനിക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലത്ത് വാക്കുകളെ സ്നേഹിക്കുന്ന പിള്ളേരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇറ്റ്സ് എ സർപ്രൈസിങ് തിങ് ഫോർ മീ. ആൻഡ് അതുപോലെ തന്നെ ഇഫ് യു ടേക്ക് അപ്പ് ദിസ് ഏരിയ ഓഫ് പബ്ലിക് റിലേഷൻസ്, PR എന്ന് നിങ്ങൾ പറയും, ആ ഒരു ഏരിയയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സ്പെസിഫിക് ആയിട്ട് ദാറ്റ് ക്യാൻ ബി വൺ പോസ്റ്റ്. There can be a corporate communications manager, there can be a media relations specialist or speech writer ആകാം, അല്ലെങ്കിൽ ഈവൻ ഒരു ബ്രാൻഡ് സ്റ്റോറി ടെല്ലർ ആകാം. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ബിക്കം എ ടീച്ചർ ജസ്റ്റ് ലൈക്ക് മീ അല്ലെങ്കിൽ മൈ കൊളീഗ്സ്, നിങ്ങൾക്ക് ആ പഠിപ്പിക്കാനൊരു പാഷൻ ഉണ്ട് എങ്കിൽ യു ക്യാൻ ബി എ ടീച്ചർ. അത് സാധ്യതകൾ ഏറെയാണ്. ലിറ്ററേച്ചറിൽ മാത്രം ആകണമെന്നില്ല, ജേർണലിസത്തിലാകാം, കമ്മ്യൂണിക്കേഷൻസിലാകാം, സോ ഈവൻ ലിംഗ്വിസ്റ്റിക്സ്. ഞങ്ങളുടെ കോളേജിൽ ആ ഒരു ഏരിയ ഇല്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ യു ക്യാൻ ഈവൻ ഗോ ഓൺ ടു ബിക്കം എ ലിംഗ്വിസ്റ്റിക് ടീച്ചർ ടു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി പോകാം. പിന്നെ ഒരു കാര്യം, ഒരു വളരെ പേഴ്സണലായിട്ടൊരു എക്സാമ്പിൾ, ഒരു 5 or 6 years ബാക്ക് I had a student, പേര് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പ്രൈവസി ഉള്ളോട്ട്. I had a student, ആദ്യത്തെ വർഷം മുതൽ ഞാനപ്പം എല്ലാ ടീച്ചേഴ്സും ക്ലീഷേഡായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മോനെ നിനക്ക് ഭാവിയിൽ എന്താണ് ആയിരിക്കാൻ ആഗ്രഹം. അപ്പം ഞാനും ഈ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം ഇവൻ എന്നെ സർപ്രൈസ് ചെയ്യുന്ന, ഞെട്ടിപ്പിക്കുന്ന ഞാൻ പറയുന്നില്ല, എന്നാലും സർപ്രൈസ് ചെയ്യുന്ന രീതിയിലൊരു ഉത്തരം പറഞ്ഞു, സാറേ എനിക്കൊരു ക്യാബിൻ ക്രൂ ആണ് എന്ന്. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പഠിച്ചിറങ്ങി വന്നേ ഉള്ളൂ, എനിക്ക് തന്നെ വലിയൊരു ഗ്ലോബൽ എക്സ്പോഷർ ഒന്നും തന്നെയും ആ ഒരു സമയത്തല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ക്യാബിൻ ക്രൂ, ഓക്കെ, ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താണ്, അന്ന് ഡയലപ്പൊക്കെയാണ്, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ക്യാബിൻ ക്രൂ എന്താണ് ഞാൻ മനസ്സിലാക്കി. ബട്ട് വാട്ട് റിയലി സർപ്രൈസ് മീ ഇസ് ദാറ്റ് ഈവൻ ആഫ്റ്റർ 3 years, ആ കൊച്ചിനെ 3 വർഷം ഞാൻ കണ്ടിട്ട് അവസാനം ആ ലാസ്റ്റ് ഡേയിൽ ഞാൻ വീണ്ടും ചോദിച്ചു, മോനെ ഇഫ് യു റിമെമ്പർ, ആദ്യത്തെ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചു, യു ഗിവ് എ റിപ്ലൈ ക്യാബിൻ ക്രൂ. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, മോനെ ഡു യു വിഷ് ടു ചേഞ്ച് ദാറ്റ് ആൻസർ? അല്ല സാറേ, എനിക്ക് ക്യാബിൻ ക്രൂ ആണ്. എനിക്ക് തോന്നുന്നു പഠിച്ചിറങ്ങിയ ഒരു 6 or 7 years he might have strived, he might have in a way struggled, but right now he's a cabin crew at Emirates Airways. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു കോഴ്സ് ഈവൻ യു മൈ തിങ്ക് ദാറ്റ് ദിസ് ഇസ് ലിറ്ററേച്ചർ ജേർണലിസം ഈ ഒരു ഏരിയയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അല്ല, ദർ ആർ സ്റ്റുഡൻസ് ഹു ഹാവ് ഈവൻ ഗോൺ ടു ദറ്റ് ഏവിയേഷൻ ഇൻഡസ്ട്രി. അവിടെ വർക്ക് ചെയ്ത് സന്തോഷത്തോടു കൂടി ഇന്നും വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ്, എൻ്റെ സ്റ്റുഡൻസ് എനിക്കറിയാം. അതുകൊണ്ടാണ് ഓർപ്പിച്ച് പറയാൻ, ലൈക്ക് ഏതൊരു ഏരിയയിലോട്ടും സ്റ്റുഡൻസ് ക്യാൻ ഗോ if they have an interest, they can go and live their life. ഓക്കെ, എന്തായാലും നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത് കിഡിലനായിട്ടുള്ളൊരു കോഴ്സാണെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. ഏതൊരു മേഖലയിലേക്കും നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്ന ഒരു വലിയ ഒരു വാതിൽ തന്നെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം നമുക്കായിട്ട് തുറന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് സാറിനോടൊരു പേഴ്സണൽ കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്തായാലും ഇപ്പോൾ CMS കോളേജിൽ ഏകദേശം 9 വർഷമായിട്ട് സാർ വർക്ക് ചെയ്യുന്നു പറയുന്നു. ആൻഡ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് കൊളീഗ്സിൻ്റെയും അതുപോലെ കുട്ടികളുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ളൊരു HOD ആണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് സാറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ഇത്ര നാളും പഠിപ്പിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ ആയിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ വെച്ച് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മോടൊപ്പം ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇപ്പോൾ വേണ്ട, പേടിക്കണ്ട, ഞാൻ ആലോചിക്കാൻ സമയമൊക്കെ തന്നേക്കാം. ഒരു പാട്ടിന് ശേഷം നമുക്ക് കേൾക്കാം. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഉയരയിൽ നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അരുൺ വർഗീസ് തോമസ് ആണ്. സർ ഏകദേശം 9 വർഷത്തോളമായി നമ്മുടെ CMS കോളേജിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ഞാൻ കുറച്ച് മുൻപേ, പാട്ടുകൾക്ക് മുൻപേ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. സാറിൻ്റെ ഈ ഒരു അധ്യാപന ജീവിതത്തിൽ സാറിന് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അതിനു മുമ്പ് ഒരു കാര്യം,
9 years എന്ന് പറയുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവരെ ആരെയും അറിയത്തില്ല. എൻ്റെ പെർസ്പെക്റ്റീവിൽ 9 years ഇസ് നോട്ട് ഈവൻ എ നമ്പർ. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വർഷം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ്. ഞാൻ ഇന്നും ഓർക്കുന്നത് മൈ ഫസ്റ്റ് ഡേ അറ്റ് സീമസ് കോളേജ്. ഈവൻ നിങ്ങൾ പറയുന്ന പോലെ 9 years കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ ഓരോ ദിവസം എണ്ണിക്കുമ്പോൾ ഞാൻ ദൈവമേ സീമസ് കോളേജിൽ പോകണമല്ലോ. യു മൈ തിങ്ക് ദാറ്റ് 9 years ആയില്ലേ, എന്ത് ഇത്രയും പുതുമ. അല്ല, ഓരോ ദിവസം എണീക്കുമ്പോഴും എനിക്ക് ആ ഒരു പോസിറ്റീവ് എക്സൈറ്റ്മെൻറ്റ്, ഒരു ടെൻഷൻ, അയ്യോ ഇന്ന് കോളേജിൽ പോകണം, ഇന്ന് പഠിപ്പിക്കണം, ഇന്ന് എൻ്റെ പിള്ളേരെ ഫേസ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുമായിരിക്കും 9 years ആയി. അഗൈൻ ഇന്നും ഒരു ക്രൗഡ് ഓഫ് സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ മുട്ട് ഇടി എങ്കിലും എനിക്ക് കാണും. പക്ഷേ കമ്പയർ ടു ദ ടീച്ചിങ് കമ്മ്യൂണിറ്റി 9 years ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഇവൻ നമ്പർ. ഐ നോ ദാറ്റ് ഐ ഹാവ് മൈൽസ് ടു ഗോ. 9 ഒന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ കമ്മിങ് ടു യുവർ സെക്കൻഡ് ഫേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഓരോ ദിവസവും ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇറ്റ് ഈസ് ആൻ എക്സൈറ്റിംഗ് ടൈം ഫോർ മീ അറ്റ് സീമസ് കോളേജ്. ഇന്ന കാര്യം മാറി നിൽക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഓരോ ദിവസവും ഞാൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ പിള്ളേർ, എൻ്റെ കോളേജ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഓൺ എ പോസിറ്റീവ് തിങ്. പുതിയ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പുതിയ ഓരോ രീതികൾ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം 9 years മുമ്പ് ഞാൻ എങ്ങനെയാണോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊന്നുമല്ല ഞാൻ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇത് കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റമല്ല, ഓരോ ദിവസങ്ങൾ കൊണ്ട് പതുക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഐ നോ ദാറ്റ് ഇന്ന് ഇറ്റ് ഹാഡ് ഹെൽഡ് മെനി ന്യൂ തിങ്സ് ഫോർ മീ. ടുമോറോ holds very better new things for me. So ഓരോ ദിവസവും I am looking for that time so that I can develop, I can evolve myself as a teacher. And I think I answered your question. Each day is a surprising day for me. എന്തായാലും സാറ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, മുഖത്തൊരു ബിഗ് സ്മൈൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ഭയങ്കര പോസിറ്റിവിറ്റി നമുക്കും തരുന്ന രീതിയിലാണ് സാറിൻ്റെ ആ ഒരു വെൽക്കമിങ് ഫേസ് ഉണ്ടായിരുന്നത്. അത് ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഈ ഒരു സന്തോഷം, ചിരി, എനർജിയൊക്കെ കാണാൻ പറ്റുന്നതിൽ അവരും ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ മാത്രമല്ല ശരിക്കും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആസ് യു മൈറ്റ് ഓൾറെഡി നോ, സീമസ് കോളേജിലെ ഏറ്റവും യങ്ങസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഏറ്റവും സ്മോളസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. പല ആൾക്കാരും അസൂയയുടെ പുറത്താണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കിന്നും അതൊരു അഭിമാനത്തിന്റെ ഒരു നോട്ടാണ്. മെനി ടീച്ചേഴ്സ് ഹാവ് സെഡ് ദാറ്റ് this is one of the most creative departments of CMS College. എനിക്ക് തന്നെ അറിയാം, കാരണം പല പിള്ളേരും ഞാൻ ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള പല പിള്ളേരും പറഞ്ഞിട്ടുണ്ട്, സാറേ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ, കാരണം ഇത് കണ്ടിട്ട് വേണം അവർ ഡിസൈഡ് ചെയ്യാൻ അവരെങ്ങനെ പോകണമെന്നുള്ളത്. അപ്പം പലപ്പോഴും ഒരു ട്രെൻഡ് സെറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ മേ ബി അത് അസൂയായിരിക്കും ബാക്കിയുള്ളവർക്ക്. ഞങ്ങൾക്ക് ഒരു വലിയ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ മാത്രമല്ല ചിരിക്കുന്നത്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 7 ടീച്ചേഴ്സുണ്ട്. 7 പേരും ഈക്വലി ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. വി ഡോണ്ട് കീപ് ദാറ്റ് ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ ഹൈറാർക്കി ഒരിക്കലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. സ്റ്റുഡൻസ് ഇന്നും they are like full welcomed to our department. അവർക്ക് വലിയ ഞങ്ങളൊരു ബാരിയർ ഒന്നും വെച്ചില്ല. അവർക്ക് വരണമെങ്കിൽ ജസ്റ്റ് ദി ക്യാൻ, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ബാർജൻ. അവർക്ക് വെറുതെ കയറി വരാം, സംസാരിക്കാം, ഒരു ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ ചോദിക്കാം. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ക്ലിൻറ്റും ദിവ്യാസ് മിസ്സും ഒക്കെയാണ്. അവരോടൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അറിയാം, കാരണം ഓരോ സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്ന പോലെയാണ് ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്. സോ വി ഹാവ് മെയ്ഡ് ദാറ്റ് ഫ്രൂട്ട്ഫുൾ എൻവയൺമെൻറ്റ് where students and teachers can grow together, can talk very freely. വലിയ ബാരിയേഴ്സോ റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ അക്കാഡമിക് ലൈഫ്, ഈവൻ ദ പേഴ്സണൽ ലൈഫ് ഓഫ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ഇൻ അവർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ് ഈസ് സംതിങ് ഫാന്റാസ്റ്റിക്. നന്നായിട്ട് നല്ല ഗ്ലോറീസ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇന്നും. എന്തായാലും ഗംഭീരമായിട്ട് ഇനിയും ഈ ഒരു കണക്ഷൻ മുൻപോട്ട് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിഷയമാണുള്ളത്. ഈ ഒരു സന്തോഷത്തിൽ നമ്മളിത് ആ പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷം നമ്മൾ ഇനി തിരിച്ചു വരും കേട്ടോ. ഇനി കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസത്തെ പറ്റി അറിയും, കേൾക്കും, മനസ്സിലാക്കും. ഉയരയിലൂടെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര.
ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അരുൺ വർഗീസ് തോമസ് സാറാണ്. അദ്ദേഹം CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ആൻഡ് നമ്മൾ കുറച്ച് മുൻപ് അദ്ദേഹത്തിന്റെ 9 വർഷത്തെ ആ ഒരു വലിയ കാലത്തെ ചെറിയൊരു ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് നമ്മളിലേക്ക് എത്തിച്ചത് പറഞ്ഞു. ആൻഡ് ആ ഒരു കണക്ഷൻ, സന്തോഷം, ചിരി, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തല്ലേ. ആൻഡ് നമ്മൾ കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ തിയററ്റിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊജക്ട്, ഇന്റേൺഷിപ്സ്, ഇങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണെന്ന് നമ്മൾ അറിഞ്ഞു. ആണോ? ശരിയാണോ? അതെ. ഞങ്ങൾക്ക് വി ആക്ച്വലി ഓഫർ 2 types ഓഫ് ഇന്റേൺഷിപ്സ്. പ്രധാനമായിട്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് യൂഷ്വലി ഡൺ ആഫ്റ്റർ ദ 4th സെമസ്റ്റർ. മീൻസ് ആ ഒരു സമ്മർ വെക്കേഷൻ്റെ സമയത്ത് 2 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ വെക്കേഷൻ്റെ സമയത്തായിരിക്കും ഈ ഒരു ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ്. അത് ആ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ക്യാൻ ടേൺ ടു എനി ഡയറക്ഷൻ. അതിപ്പം ഗവൺമെൻറ്റൽ PR ജോബ് ചെയ്യണമെങ്കിൽ ദേ ക്യാൻ ഗോ ആൻഡ് ഡു ദാറ്റ്. അഡ്വർടൈസിംഗ് ആണ് താല്പര്യമെങ്കിൽ ദേ ക്യാൻ ഗോ ആൻഡ് ഡു ദാറ്റ്. ഐശ്വര്യ പോലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇഫ് ദേ ആർ really interested in radio journalism, they can come to an FM station, they can do that, be an intern over there. Print ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം the options are immense. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും സ്റ്റുഡൻസിന് പോകാം. ദാറ്റ് ഈസ് ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ്. ഇത് പുറമേ there are unofficial internships. അത് സ്റ്റുഡൻസിന് തോന്നുവാണ് എനിക്ക് ഇപ്പം തൽക്കാലം പഠിച്ചാൽ മതി, എനിക്ക് ഒരു പ്രിന്റ് ജേർണലിസ്റ്റ് ഏജൻസിയിൽ പോയി വർക്ക് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ പോയി വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ദേ ക്യാൻ ഗോ ആൻഡ് ഡു ദാറ്റ്. പക്ഷേ ദാറ്റ് വിൽ ബി അൺഒഫീഷ്യൽ. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് അറിയണം. അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ആൻഡ് ഡു അൺഒഫീഷ്യൽ ഇന്റേൺഷിപ്സ് ചെയ്യാം. യൂണിവേഴ്സിറ്റി, കോളേജ് ഭാഗമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ദേ ക്യാൻ ഗോ ത്രൂ all these procedures and they can do the unofficial internships as well. So that is about internship. അതുപോലെ തന്നെ ഈ 8 സെമസ്റ്റർ, 4 വർഷം 8 സെമസ്റ്ററിൽ they can do as much as IV possible, industrial visits possible. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സ്റ്റുഡൻസ് കഴിഞ്ഞ ആഴ്ചയിൽ മലയാള മനോരമയുടെ ഹോർത്തൂസ് പോയി വിസിറ്റ് ചെയ്തു. ആൻഡ് എൻ്റെ സ്റ്റുഡൻസ് 4 ദിവസം 3-4 ദിവസം സ്റ്റേ ചെയ്താണ് ഹോർത്തൂസിലെ ഭാഗമായത്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. മെനി ഓഫ് ദ കോഴ്സസ് ദാറ്റ് ഈസ് നോട്ട് ഈവൻ പോസിബിൾ. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇൻ മൈ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ ആർ ഡിപ്പാർട്ട്മെൻറ്റ്, വി ഹാവ് എൻഷുർഡ് ദാറ്റ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേട്ടാൽ മാത്രമല്ല പോയി കണ്ട് മനസ്സിലാക്കണം. സോ ആ ഒരു രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ദാറ്റ് ഈസ് പോസിബിൾ. ഇപ്പം നമ്മൾ വിചാരിക്കുമായിരിക്കും ഒരു വിനോദം മാത്രമല്ലേ, ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പേപ്പറിലല്ലേ? അല്ല, അത് പേപ്പറിലായാലും ശരിക്കും ആയാലും വി മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് സ്റ്റുഡൻസ് ഗെറ്റ് ദാറ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ വിസിറ്റ് ആസ് വെൽ. അതുപോലെ തന്നെ യു ഹാവ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് പ്രോജക്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ ഒഫീഷ്യൽ ഇന്റേൺഷിപ്പിന് ശേഷം സ്റ്റുഡൻസ് ദേ ഹാവ് ടു ഡു ഒരു തീസിസ് റിപ്പോർട്ട് അവർക്ക് ഫർണിഷ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് റിപ്പോർട്ട് ദേ വിൽ ബി എ വൈവ ടു. ഒരു എക്സ്റ്റേണൽ ഒരു എക്സാമിനർ വന്ന് ഒരു വൈവയൊക്കെ നടത്തും. സോ ദാറ്റ് ഈസ് എ വൈവ ദാറ്റ് ഈസ് ഇൻവോൾവ്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. പ്രോജക്ട്സ് ഉണ്ട്, വൈവാസ് ഉണ്ട്, IVs ഉണ്ട്, ഇന്റേൺഷിപ്സ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് ദാറ്റ് എ സ്റ്റുഡന്റ് ക്യാൻ ആസ്ക് ഫോർ. അതെ അതെ അതെ, എല്ലാ എന്റർടൈൻമെന്റ്സ് പ്ലസ് എല്ലാം ഉണ്ട്. ഇനി ഇതിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം എല്ലാ പഴുതുകളും അടച്ചിരിക്കും. If you think that we are that flexible, if you think that something else new can be added, എന്തുവായാലും ഫ്ലെക്സിബിൾ ആണ്. ഞങ്ങൾ എന്തുവായാലും അതിനെക്കുറിച്ച് ആലോചിക്കും. ആൻഡ് വി വുഡ് സ്ട്രൈവ് അവർ ബെസ്റ്റ് ടു ഇൻക്ലൂഡ് ദാറ്റ്. ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് ട്രൂത്ത്, ലൈക്ക് അത് ഭയങ്കര ജനറൽ ആണ്, റീസണബിൾ ആണെങ്കിൽ, പുതിയൊരു കാര്യമാണെങ്കിൽ അതും ഞങ്ങളുടെ സിലബസിനകത്ത് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. സോ ദാറ്റ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ. ആൻഡ് സോ അപ്ഡേറ്റഡും ആണ് നമ്മുടെ ഈ ഒരു മേഖല എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിക്കുന്നവരെ പറ്റി, സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി പഠിപ്പിക്കുന്നവരെ പറ്റി നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. ഉയരെ
കൂടെയുള്ളത് തന്നെയാണ്. നമ്മോടൊപ്പം ഇന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഈ ഒരു വലിയ മേഖലയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അരുൺ വർഗീസ് തോമസ് സാറാണ്. അദ്ദേഹം നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. സർ, നമ്മൾ കുറച്ച് മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളെ പറ്റി, പഠിക്കുന്നവരെ പറ്റിയിട്ടാണ് അല്ലേ? ഈ ഒരു മേഖലയെ കാര്യമായിട്ട് വിശദമായിട്ട് അവരുടെ ആ ഒരു മെയിൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പഠിക്കുന്നവരുടെ കാര്യമാണ്. ആൻഡ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവരെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ സാർ മാമിനെ പോലെയൊക്കെ കുറേ പേര് ഗംഭീരമായിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളെപ്പോലെ ആവാൻ നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം? എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ? ടു ബി വെരി സിമ്പിൾ, നമ്മൾ ആദ്യം പഠിക്കണം. പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണം. ജോക്സ് അപ്പാർട്ട്, ടു ബി എ ടീച്ചർ അറ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, ഒബ്വിയസ്ലി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ടീച്ചേഴ്സ് കടന്നു പോകേണ്ട ഒരു ബാരിയറാണ് നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നെറ്റ് ക്ലിയർ ചെയ്യണം. മീൻസ് ഓഫ് കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നെറ്റ് ക്ലിയർ ചെയ്യണം. അതിനുശേഷം ദാറ്റ് ഈസ് എ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ യു. അതിനുശേഷം ഇഫ് യു വാണ്ട് ടു അപ്സ്കിൽ യുവർ സെൽഫ്, യെസ് യു ക്യാൻ ഗോ ആൻഡ് ഡു യുവർ റിസർച്ച്, PhD ചെയ്യാം. അതിനുശേഷം ഇഫ് യു again want to upskill yourself, that is ആ ഒരു ഭാഗത്താണ് ഞങ്ങൾ. ഇഫ് യു want to upskill yourself, നിങ്ങൾക്ക് you can print your papers in journals, in book chapters, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് റിസർച്ച് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. All these are there. പക്ഷേ ആസ് ഫാർ ഐ എം കൺസേൺഡ്, ഒരു 10 സ്റ്റുഡൻസ് നിങ്ങളെ നോക്കിയിരിക്കുമ്പോൾ അവരെ നേരെയുള്ള പാതയിൽ കൂടെ നടത്താം എന്ന ഒരു ഉറപ്പുണ്ട് എങ്കിൽ that is enough for a teacher. ആ ഒരു കോൺഫിഡൻസ്, ദാറ്റ് യു ക്യാൻ ഒരു യങ്ങർ ജനറേഷനെ ഗൈഡ് ചെയ്ത് നല്ലൊരു റെസ്പോൺസിബിൾ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ യു ടു ബിക്കം എ ടീച്ചർ. ബാക്കിയെല്ലാം ഉണ്ട്. ഈ ഒരു പാഷൻ ടു ടീച്ച്, ഈ ഒരു കോൺഫിഡൻസ് ദാറ്റ് യു ക്യാൻ ഗൈഡ് യുവർ യങ്ങർ ജനറേഷൻ. എന്നെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ, എനിക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇറ്റ് വാസ് മോർ ദാൻ എ പാഷൻ ഫോർ മീ. ഞാൻ പലപ്പോഴും എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ, ഞാൻ ആസ് എ യങ്സ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച എൻ്റെ റിസൾട്ട് പോലും വന്നില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ CMS കോളേജ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ട് 3 ആഴ്ച കഴിയുമ്പോഴാണ്, അന്നൊക്കെ ഞാൻ ഗസ്റ്റ് മാത്രമാണ്, 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കോൺവൊക്കേഷൻ നടക്കുന്ന റിസൾട്ട് വരുന്നത്. അപ്പോഴാണ് പിന്നെയാണ് ഞാൻ പെർമനൻ്റ് ആയ റൂൾസിലെല്ലാം വന്നത്. അതുവരെയും ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഒക്കെ ഉള്ളൂ. അപ്പോൾ പക്ഷേ ആ ഒരു സമയത്തൊക്കെ പല ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ when I'm teaching, എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും they will share that same experience. പഠിപ്പിക്കുമ്പോഴൊക്കെ ഐ ആം ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇന്ന് കുറച്ച് മാറി എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തായിരിക്കും പിയൂണ് കയറി വരുന്നത്, ക്ലർക്ക് കയറി വരുന്നത്, വേറെ വല്ല ടീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ലോകത്ത് ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു പാഷൻ, ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ് ഫോർ യു ടു ബിക്കം എ ടീച്ചർ. പക്ഷേ ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്ന ഒരു ബാരിയർ ഉണ്ട്, PhD എന്ന് പറയുന്ന ഒരു ബാരിയർ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യെസ്, യു ക്യാൻ ബിക്കം എ ടീച്ചർ. ആക്ച്വലി ഞാൻ പലപ്പോഴും നമ്മൾ പുതിയ കോഴ്സിനെ ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, കുട്ടികൾ മാത്രമല്ല ഉദ്യോഗാർത്ഥികളും ഈ ഒരു നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. സോ അവർക്ക് ഏത് രീതിയിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. ആൻഡ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം സാർ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതുവരെ കേൾക്കാത്ത, നമ്മൾ ഇപ്പോഴും ഈ ചോദ്യം ചോദിക്കുമ്പോൾ അക്കാഡമിക് രീതിയിലൂടെയുള്ള വഴികളിലൂടെയുള്ള യാത്രയായിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് എന്നെ വല്ലാതെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. സോ താങ്ക് യു ഫോർ ദാറ്റ്. കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ്, ടീച്ചേഴ്സിനും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മളിതാ പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഈ ഒരു ഉയരയിലൂടെ തന്നെ സംസാരിക്കുന്നതായിരിക്കും. സോ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. ഉയരെ കൂടെയുള്ളത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. നമ്മളങ്ങനെ ഉയരയിലൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ഈ ഒരു കോഴ്സിനെ പറ്റി, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു.
സോ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു കോഴ്സിനെ പറ്റി സംസാരിക്കാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് അരുൺ വർഗീസ് തോമസ് സാറാണ്. അദ്ദേഹം നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. സാർ, നമുക്കറിയാം പുറത്ത് പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാര്യം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു അവർക്ക് വീട്ടിൽ നിന്ന് വേറെ പണം അയച്ചു കൊടുക്കേണ്ടി വരില്ല. അവർക്ക് അവിടെ ആ ഒരു ജീവിക്കാനുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് തന്നെ ആ പാർട്ട് ടൈം വർക്കിലൂടെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളുകളായിട്ട് പല സ്ഥലങ്ങളിലും ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ ആക്ച്വലി പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും അത് അവൈലബിൾ ആയിരുന്നില്ല. ഞങ്ങൾക്ക് ടൈമൊന്നും കുറച്ചൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എത്രത്തോളം നല്ലതാണ് കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർക്ക് നമുക്കറിയാലോ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കിനി വേറെ ഓപ്ഷനില്ല, നേരെ പോയി ജോലി. അവരുടെ എയിം അത് തന്നെയാണ്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുന്നതിനോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? CMS കോളേജിൽ വർഷങ്ങളായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. EWYL എന്ന് പറയും ഈ ഒരു കോൺസെപ്റ്റിനെ CMS കോളേജിൽ. ഇപ്പം FIUGP കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കോളേജ് ടൈമിങ്സ് കുറച്ച് ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടിയും ആക്സസിബിൾ ആണ് ഈ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ടുവേർഡ്സ് എ സ്റ്റുഡൻസ്. ആസ് യു നോ ദാറ്റ് 9 o'clock ആണ് CMS കോളേജ് ആരംഭിക്കുന്നത്. 2:05 വരെയാണ് ക്ലാസ് ഉള്ളത്. അതിനുശേഷം 2 മണി തൊട്ട് 4, 4:30, 5, 5:30 വരെ ഈ സ്റ്റുഡൻസിന് ദേ ക്യാൻ എൻഗേജ് ദംസെൽസ് ഇൻ എനി ടൈപ്പ് ഓഫ് പാർട്ട് ടൈം ജോബ്സ്. ഓക്കെ, സോ വൺസ് ഇഫ് ദേ ആർ എംപ്ലോയിഡ് ഇൻ എ പാർട്ട് ടൈം ജോബ്, അതിൽ നിന്ന് കിട്ടുന്ന സാലറി ഓർ റെമ്യൂണറേഷൻ ദാറ്റ് ഈസ് മോർ ദൻ എനഫ് ഫോർ ദം ടു ഗൈഡ് ദംസെൽസ് ഇൻ ഓൾ ദീസ് ട്യൂഷൻസ്, അക്കാഡമിക് ഫീസ് ആൻഡ് എവറിത്തിങ്. ഇപ്പം നമ്മൾ വിചാരിക്കുമായിരിക്കും, ഞാൻ എൻ്റെ പല പേരൻസും ഇത് കേൾക്കുന്ന പല പേരൻസും വിചാരിക്കും ഞാൻ എൻ്റെ പിള്ളേരെ പഠിക്കാനായിട്ടാണ് വിടുന്നത്, അല്ലാതെ അധ്വാനിക്കാൻ വേണ്ടിയല്ല. അല്ല, ഇത് ഒരു പേഴ്സണൽ ഒരു അനുഭവം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. വെൻ യു ബിക്കം ഇൻഡിപെൻഡൻറ്റ്, you are not just becoming independent, but more than that, you are becoming responsible. You are becoming responsible for your existence. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഹാർഡ് ഒരു വഴിയിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ലൈക്ക് ജസ്റ്റ് ഇമാജിൻ, ഇപ്പം ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി, ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഒരു മാസം ഞാൻ എവിടെയോ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. ഒരു മാസം എനിക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട്. ഒരു മാസത്തെ ഫീസ് എനിക്ക് 4,000 രൂപ ആവുന്നുള്ളൂ. ബാക്കി 6,000 രൂപയുണ്ട് കയ്യിൽ. ഒരു കാലത്ത് സ്റ്റുഡൻസിന് ഒരു ചായ മേടിച്ചു കുടിക്കണമെങ്കിൽ അപ്പ എനിക്കൊരു 10 രൂപ ഇടാവോ എന്ന് വിളിക്കേണ്ട ഒരു സ്ഥാനത്ത് ഇന്ന് സ്റ്റുഡൻസിന് ക്യാൻ ടേക്ക് ദി ഹാവ് ദെയർ ഓൺ പോക്കറ്റ് മണി. 6,000 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചുകൊണ്ട് 6,000 രൂപ ബാക്കിയുണ്ട്. it is well sufficient for them. So in a way you are making them responsible. ഉണ്ട്, അവഗണിക്കുന്നില്ല, ഇറസ്പോൺസിബിൾ ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അവരുടെ ജീവിതത്തിലെ ഒരു സമയത്തെങ്കിലും അവർ പഠിക്കും ഹൗ ടു ബിക്കം റെസ്പോൺസിബിൾ. ദ തിങ് ഈസ് യു ഹാവ് ടു ബി പേഷ്യൻറ്റ് ഫോർ ദാറ്റ്. അപ്പം എന്തുമായിരുന്നാലും ദാറ്റ് ഈസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഇന്നും ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ all the students do or find their living through this particular concept. I'm very happy that this has come to Kerala. And ഒരു imitating factor ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, like we have at last or eventually നമ്മൾ പോലും we have started to furnish our students to become responsible, to become independent, to become more than responsible, to become matured. ഇന്നത്തെ പിള്ളേരോട് ചോദിക്കുമ്പോൾ, ഒരു കാലത്ത് എനിക്കറിയാം പിള്ളേരോട് ചോദിക്കുകയാണ്, പിള്ളേരെ എനിക്ക് ഊണ് കഴിക്കണം, എവിടെ പോയി കഴിക്കണം, നമ്മൾ പിള്ളേരെ കണ്ടിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കുക, ദേ ഹാവ് ലൈക്ക് അംറ്റി നമ്പർ ഓഫ് ലിസ്റ്റ്, എവിടെ പോയി അവിടെ പോയി കഴിക്കണോ, എവിടെ പോയി കഴിക്കണോ, ഏത് റേറ്റ് വേണം, എക്സാക്ട്ലി നിങ്ങൾക്ക് ആംബിയൻസ് വേണോ, ഫുഡിനെക്കാളും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആംബിയൻസ് ആണോ, എന്നാൽ അങ്ങോട്ട് പോവാ. ഇത് മുതിർന്ന ആൾക്കാരല്ല പറയുന്നത്, സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മളോട് പറയുന്നത്. ഹാവ് യു എവർ ഡ്രീംഡ് ദാറ്റ് ദിസ് വുഡ് ഹാപ്പൻ ലൈക്ക് 5 or 10 years back? No. This is how responsible students are. And ഇത് ഈ ഒരു ഏൺ വാല്യൂ കോൺസെപ്റ്റ്, വാല്യൂ ലേൺ കോൺസെപ്റ്റ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും റെസ്പോൺസിബിൾ ആകും നമ്മുടെ സ്റ്റുഡൻസ്, കുറച്ചുകൂടിയും മെച്ചുവർ ആവും. സോ ഐ എം ഓൾ ഫോർ ദിസ് പർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഏൺ വാല്യൂ ലേൺ.
യെസ്, ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഏൺ വൈൽ യു ലേൺ. എനിക്ക് പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് നമുക്ക് എന്തായാലും ഇനിയുള്ള കുട്ടികളെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാനും സാർ പറഞ്ഞ പോലെ തന്നെ മെച്ചുവേർഡ് ആക്കാനും അവർക്ക് അവരെ തന്നെ ഒന്ന് എന്താ പറയുക സെൽഫ് പ്രൗഡ് ആക്കാനും പറ്റട്ടെ എന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് വിഷോടുകൂടി നമുക്ക് ഇതാ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോവാം. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട് അല്ലേ സാർ? യെസ്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന പുതിയ ഒരു മേഖലയെ, അല്ലെങ്കിൽ കുറേ പേരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ അവർക്ക് ഇതൊരു പുതിയ മേഖലയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ 1996 മുതൽ ആൾ എക്സിസ്റ്റിംഗ് ആണ്. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ നമ്മുടെ ഷോയിലൂടെ തന്നെ എല്ലാവർക്കും നല്ല പരിചയമായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇനി കടന്നു വരാൻ കുറേയധികം പുതിയ തലമുറ അല്ലേ കൊതിക്കുന്നുണ്ടായിരിക്കും. സോ അവർക്ക് സാർ എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഒരു അഡ്വൈസ് ഇതാണ്, ടു ഓൾ ദി യങ് ജനറേഷൻസ്. ഇതെൻ്റെ സ്റ്റുഡൻസിനോടും ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇഫ് മൈ സ്റ്റുഡൻസ് ആർ ഹിയർ, ദേ വുഡ് വൗച്ച് ഫോർ മീ. ലൈക്ക് ദർ വിൽ ബി മെനി പീപ്പിൾ അറൗണ്ട് യു. ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, വാട്ട് റിയലി മാറ്റേഴ്സ് ഇസ് യുവർ കോൺഷ്യൻസ്, ഇസ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്. ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ പേഴ്സണലായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദൂരം ഉണ്ടെങ്കിലും ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവരെ ഒന്നും വണ്ടി ഓടിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് തന്നെ വണ്ടി ഓടിക്കണം. മമ്മൂട്ടിയുടെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തന്നെ റാഷായിട്ട് എനിക്ക് തന്നെ വണ്ടി ഓടിക്കണം. അപ്പം ഈ പലപ്പോഴും ഒക്കെ വളവെടുക്കുമ്പോൾ ഈ ഹെയർ പിൻ വളവാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോനെ ഹെയർ പിന്നിൽ ഓവർടേക്ക് ചെയ്യില്ല. പക്ഷെ എന്നാലും ഐ ഡൂ ദാറ്റ്. ഇത് ഞാൻ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാം, ലൈക്ക് എൻ്റെ മനസ്സിൽ ആരാണ്ട് വന്ന് എന്നോട് പറയും, മോനെ എടുത്തോ, വണ്ടി എതിരെ ഒന്നും വരുന്നില്ല, ധൈര്യമായിട്ട് എടുത്തോ. ഐ യൂഷ്വലി, എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഐ യൂഷ്വലി ഫോളോ ദാറ്റ് ടോൺ. This is something that I want to tell my students. At the end of the day, there will be someone in your mind, within you, telling you what to do next. ഇത് ചെയ്, അത് ചെയ്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ദർ വിൽ ബി പീപ്പിൾ, അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് എടുക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ മൈൻഡ്. യുവർ മൈൻഡ് വിൽ ടെൽ യു, will give you a guidance, will give you a guideline as to what you should do, as to what you shouldn't do. My advice, follow that tone of your mind. അത് മാത്രം ചെയ്യുക. ആൻഡ് ജീവിതത്തിലെ ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ, ബൗണ്ടറിയോട് ഇടാതിരിക്കുക. ബെറ്റർ ആകേണ്ട സ്ഥാനത്തോളം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. എന്തുവായിരുന്നാലും നമുക്കറിയാം, പെർഫെക്ഷൻ ഇസ് ഓൾവേസ് എ മിത്ത്. ബെസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് എ മിത്ത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബെറ്റർ ഡസൻറ്റ് ഹാവ് എനി കൈൻഡ് ഓഫ് എക്സ്പിറേഷൻ. അതുകൊണ്ട് ഏത് ലെവൽ വരെ പോകാൻ പറ്റുന്നിടത്തോളം ബെറ്റർ ആകാനായിട്ട് ശ്രമിക്കുക. ബട്ട് ആ സമയത്തും പുറയിലോട്ടൊന്ന് തിരിയുക, ചിന്തിക്കുക, ലുക്ക് ഓർ ലിസൺ ടു ദാറ്റ് പർട്ടിക്കുലർ ടോൺ വിത്തിൻ യു. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ബിക്കോസ് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത്, ഐ ഡോണ്ട് നോ വെദർ യു വിൽ അക്സെപ്റ്റ് ദാറ്റ് ഓർ നോട്ട്, പക്ഷേ ഇറ്റ് മൈറ്റ് ബി എല്ലാ മനുഷ്യരിലും ഒരു ഈശ്വരൻ്റെ ഒരു അംശം ഉണ്ടെന്നല്ലേ പറയുന്നത്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, മൈ ഗോഡ് ആക്ച്വലി ലിവ്സ് വിത്തിൻ മീ ആൻഡ് ദാറ്റ് ഗോഡ് ഈസ് ടെല്ലിങ് മീ ടു ഡു ദിസ് ആൻഡ് ദാറ്റ്. ഐ വിൽ ഫോളോ ദാറ്റ് പർട്ടിക്കുലർ വോയിസ്. So that is my advice to the younger generations. Okay. അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സ് നമ്മളോട് എന്താ പറയുന്നത്, അത് സാർ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു കാര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളും ഒന്ന് അടിവരയിട്ട് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഉയരയിലൂടെ അറിഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയതും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന വലിയൊരു മേഖലയാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒരു പേര് മാത്രം, അല്ലെങ്കിൽ ഡബിൾ മേജർ കോഴ്സ് എന്ന് പറയുന്നതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് പഠിക്കാം. ആൻഡ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. Okay, regarding CMS College, I'll start with an intention or something that really happened to me. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ
പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് പോലും ഡിക്ലെയർ ചെയ്തില്ല. അതിനു മുമ്പ് ഞാൻ വന്ന് CMS കോളേജിൽ ജോയിൻ ചെയ്തു, ജസ്റ്റ് ഒരു പാർട്ട് ടൈം ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ. പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഫോൺ കോൾ ദാറ്റ് ഐ ഹാഡ് മെയ്ഡ് ടു മൈ ഫാദർ. മീൻസ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, പ്രിൻസിപ്പലിനെ കണ്ടു, തിരുമേനിയെ കണ്ടു, ജോലിക്ക് കയറുകയാണ് എന്നുള്ള ഒരു ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞു. തിരിച്ച് വരാന്തയിൽ കൂടെ നടന്ന് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്ന ഒരു സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫോൺ കോൾ ദാറ്റ് ഐ മെയ്ഡ് ടു മൈ ഫാദർ സെയിങ് ദാറ്റ് ഐ ആം അറ്റ് ഹോം. സോ ആ ഒരു ഡയലോഗിൽ, ആ ഒരു കോൺവെർസേഷനിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. CMS ഇസ് മോർ ദാൻ, എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് പറയുന്നുണ്ട്, CMS കോളേജ് ഇസ് ആൻ ഇമോഷൻ ഫോർ ദം. യെസ്, CMS കോളേജ് ഇസ് ആൻ ഇമോഷൻ ഫോർ ദം, ബട്ട് മോർ ദാൻ ദാറ്റ് ഫോർ മീ CMS കോളേജ് ഇസ് മൈ ഹോം. ഇന്നും ഞാൻ അങ്ങനെയാണ്. ഇന്ന് എനിക്ക് 2.25 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. അവനും കോളേജ് വരുമ്പോൾ ഐ ആം റിയലി വെരി ഹാപ്പി ദാറ്റ് അവനും അപ്പൻ്റെ കോളേജിൽ വരുമ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ഇൻ ഹിസ് ഐസ് ആൻഡ് ഓൾ. അപ്പം അതും കാണുമ്പോൾ ഒക്കെ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും ഫോർ ഷുവർ ഐ സ്റ്റിൽ വുഡ് സേ ദാറ്റ് CMS കോളേജ് ഇസ് ഇൻ മൈ ഹോം. CMS കോളേജ് is one college. You might have heard many things about CMS college. ഒരു കാര്യം എനിക്ക് CMS കോളേജിനെ കുറിച്ച് പറയാനുള്ളത്, 1817 അതായത് 1817 CMS കോളേജ് ഫൗണ്ട് ചെയ്തത്. ആൻഡ് റൈറ്റ് നൗ വി ആർ സെലിബ്രേറ്റിംഗ് ദ 209th year of its existence. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറൊരു കോളേജും ഈ 200 മാർക്ക് മൈൽ സ്റ്റോൺ പിന്നിട്ട് ക്രോസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ് ഇസ് വൺ ഹിസ്റ്ററി that is connected with CMS College. Okay. We are right now led by a teacher called as Professor Dr. Anju Susan George, and she is the first lady principal of CMS College. ഓർത്തോളം 217 വർഷം ചരിത്രമുള്ള കോളേജിലെ ആദ്യത്തെ ലേഡി പ്രിൻസിപ്പൽ ആണ് who is leading us right now, Professor Dr. Anju Susan George. അഞ്ജു മാമിനെ ഞാൻ പുള്ളിക്കാരിയുടെ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് CMSന്റെ മുഴുവൻ നയിക്കാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എനർജി. എന്തായാലും ആ ഒരു എനർജിയിൽ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറേയധികം ഗംഭീരമായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഇത്രയും കുറേയധികം കാര്യങ്ങൾ, ഏകദേശം നമ്മൾ 2 മണിക്കൂറോളം ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചു. കുറേയധികം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനിയും നമുക്ക് കുറേയധികം കാര്യങ്ങൾ ആളുകളിലേക്ക് ഇതുപോലെ എത്തിക്കാനായിട്ട് പറ്റട്ടെ. സോ ഇത്രയും നേരം നമ്മോടൊപ്പം ഉയരയിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അരുൺ വർഗീസ് തോമസ് സാറാണ്. അദ്ദേഹം നമ്മുടെ CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. സോ താങ്ക് യു സോ മച്ച് സാർ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര.